ഓണസദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമായ സാമ്പാർ തയ്യാറാക്കാൻ സാമ്പാർ തയ്യാറാക്കുന്നതിന് നമുക്ക് ഒരു മസാല കൂട്ട് അരച്ച് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് എല്ലാം കുറേശ്ശെ മതി. കാരണം നമ്മൾ കുറച്ച് സാമ്പാറേ വെക്കുന്നുള്ളൂ. എല്ലാ വിഭവങ്ങളും ഉള്ളപ്പോൾ ഒരുപാട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് മിച്ചം വരും. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ, ഇത് ഏകദേശം ഒരു വലിയ സ്പൂൺ തേങ്ങ, സ്വല്പം ജീരകം, അല്പം ഉലുവ, മല്ലി, സാമ്പാറിന് ആവശ്യമായിട്ടുള്ള മല്ലി, മുളക്, വറ്റൽ മുളക്, ഇത്രയും നമുക്ക് വറുത്തെടുത്ത് അരച്ച് ഒരു പേസ്റ്റ് പോലെ തയ്യാറാക്കണം. പിന്നീട് വേണ്ടത് പുളി ഞാൻ കുറച്ച് പുളി അവരവരുടെ ആവശ്യത്തിന് വേണം. ഇവിടെ ഞങ്ങൾക്ക് പുളി കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയേ ഇട്ടിട്ടുള്ളൂ. കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, 3-4 കഷ്ണം മുരിങ്ങക്ക, ഒരു ചെറിയ തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ആദ്യമേ ഇതെല്ലാം ഒന്ന് വറുത്ത് എടുക്കാം. കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് തണുക്കുകയും ചെയ്യും, നമുക്ക് അരച്ച് മസാല തയ്യാറാക്കുകയും ചെയ്യും. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് ആദ്യം കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ ഇതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. ജീരകവും നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നും നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയും ഈ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വേണമായിരുന്നു, ഞാൻ കറിവേപ്പിലയുടെ കാര്യം പറയാൻ മറന്നുപോയി. അതുപോലെ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് കായമാണ്. കായം ഞാൻ ആദ്യമേ പറയാനായിട്ട് വിട്ടുപോയി. കായം എടുത്തിരിക്കുന്നത് ഒരു കായക്കട്ടയാണ്. നമ്മുടെ മല്ലി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് തേങ്ങ, മുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയുടെ പച്ചമണം പച്ചച്ചുവ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം നന്നായിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. തേങ്ങയുടെ ആ പച്ച മാറി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഗ്യാസിൽ നിന്ന് വാങ്ങാം. ഇനി നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് തണുത്ത് വന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി, കടുക് പൊട്ടാൻ തുടങ്ങി. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് വറക്കുന്നത് ആദ്യമേ വേണമെങ്കിൽ കടുക് വറക്കാം, ലാസ്റ്റിൽ വേണമെങ്കിൽ സാമ്പാറായി കഴിഞ്ഞിട്ട് വേണമെങ്കിലും കടുക് വറക്കാം. ഞാനിപ്പം ആദ്യമേ തന്നെ കടുക് വറക്കുകയാണ്. കായം ചേർക്കുന്നത് പറയാനായിട്ട് വിട്ടുപോയി. ഇതായി ഈ കായക്കട്ടയാണ് ചേർക്കുന്നത്. ഇങ്ങനെ ഒരു NSന്റെ ഒരു കായക്കട്ട മേടിച്ചു കഴിഞ്ഞാൽ ഒരു സാമ്പാറിന് ഒരു കായക്കട്ട മുറിച്ചിട്ടാൽ മതി. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കായക്കട്ട ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം അത് മൂക്കുകയും ചെയ്യും. അല്ലെങ്കിലും കഷ്ണത്തിൽ വെന്ത് വരുമ്പോഴത്തേക്ക് അത് അലിഞ്ഞ് കായത്തിൻ്റെ സ്വാദ് വന്നോളും. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഗുണമുള്ള കായവും കിട്ടും. കായപ്പൊടിയെക്കാട്ടിലും ഗുണമാണ് ഇങ്ങനെയുള്ള കായക്കട്ടയ്ക്ക്. വലിയ കായക്കട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കാറ്റ്
കൊണ്ട് കഴിയുമ്പോൾ അതങ്ങ് കട്ടിയാവും. പിന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അതിന് ഇങ്ങനെ ചെറിയ ചെറിയ കായക്കട്ടയാണെങ്കിൽ ഒരു സാമ്പാറിന് ഒരു കായക്കട്ട ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചക്കറിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ജാറിലോട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പരിപ്പ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴേ ഇടണ്ട, അതങ്ങ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഈ കഷ്ണം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തു, ഉരുളൻകിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പുളി അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് ചേർക്കാം, കൂടുതൽ ചേർക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും പുളി ചേർത്ത് കൊടുക്കാം. ചിലർക്ക് സാമ്പാറിന് തോമര ഒരുപാട് വേവണം. ഇവിടെ അധികം വേവണ്ട. അതുകൊണ്ടാണ് ഞാൻ തോമര കാണത്തക്ക രീതിയിൽ സാമ്പാർ വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്ന് ഇതിൻ്റെ ഉപ്പും പുളിയും നോക്കി പാകമാണെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാം. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം, മല്ലിയില വേണ്ടാന്നുള്ളവർക്ക് മല്ലിയില ചേർക്കണ്ട. ഇനി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നു. നമുക്കിനി ഇതിങ്ങ് വാങ്ങാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ തയ്യാറായി. ഞങ്ങൾ ആലപ്പുഴയിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരയ്ക്കാറില്ല. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങ അരച്ച സാമ്പാർ വെച്ചത്. വളരെ ടേസ്റ്റിയാണ്. ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട്. ഒരു വെറൈറ്റി ആവാനായിട്ട് ഓണത്തിന് എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കും.